ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുസഭ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. 1648 വിശുദ്ധ ജോൺ യൂട്ട്സാണ് വിമല ഹൃദയ തിരുനാൾ താൻ സ്ഥാപിച്ച കോൺഗ്രിഗേഷനിൽ ആരംഭിച്ചു തുടങ്ങിയത്. ഫാത്തിമയിൽ പരിശുദ്ധ മറിയം ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയുടെ ആവശ്യകതയും വെളിപ്പെടുത്തി. 1942 12 പിയൂസ് പാപ്പ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. 1945 മുതൽ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ സാർവത്രിക സഭയുടെ ആഘോഷമാക്കി മാറ്റി. മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ആചരിക്കാവുന്നത് ഇപ്രകാരമാണ്. ഒന്നാമതായി, വ്യക്തികളും സമൂഹങ്ങളും തങ്ങളെ തന്നെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. രണ്ടാമതായി, വിശുദ്ധ കുർബാന സ്വീകരിച്ചും വിമല ഹൃദയ പ്രതിഷ്ഠ നവീകരിച്ചും ജപമാല ചൊല്ലിയും 5 മാസാദ്യ ശനിയാഴ്ച ഈ ഭക്തി ആചരിക്കുക. മൂന്നാമതായി, വിമല ഹൃദയ തിരുനാൾ ഭക്തിപൂർവം ആചരിക്കുക. നാലാമതായി, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അഞ്ചാമതായി, വിമല ഹൃദയ വണക്കം ആചരിക്കുക. ആറാമതായി, മറിയത്തിൻ്റെ വിമല ഹൃദയമേ അങ്ങേ രാജ്യം വരണമേ തുടങ്ങിയ സുഹൃത ജപങ്ങൾ ചൊല്ലുക എന്നിവയാണ്. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള യേശുവിനെ ദൈവാലയത്തിൽ നഷ്ടപ്പെടുകയും കണ്ടുകിട്ടുകയും ചെയ്യുന്ന വചനഭാഗമാണ്. യേശുവിൻ്റെ ബാല്യകാല വിവരണത്തിൻ്റെ സമാപ്തി വചസ്സുകളാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നത്. ബാല്യകാല വിവരണത്തിൽ ഇതുവരെ മാലാഖ, എലിസബത്ത്, മറിയം, സഖറിയ, ശിമയോൻ, അന്ന എന്നിവർ യേശുവിനെയും അവിടുത്തെ ദൗത്യവും പ്രഘോഷിക്കുന്നു. യേശു യഹൂദ രീതി അനുസരിച്ച് യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവാലയത്തിൽ വെച്ച് തന്നെയും തൻ്റെ വിളിയെയും വെളിപ്പെടുത്തുന്നു. ഇത് യേശു ആദ്യമായി തൻ്റെ ദൗത്യവും ദൈവപിതാവിനോടുള്ള പ്രത്യേക ബന്ധവും വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ്. മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് ദൈവഭക്തിയിലും കർമാനുഷ്ഠാന വിധികളുടെ അടിസ്ഥാനത്തിലും ജീവിക്കുന്ന ഒരു മാതൃകാ കുടുംബമാണ് നസ്രത്തിലെ വിശുദ്ധ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കുടുംബം. യേശുവിൻ്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. ജെറുസലേമിലെ എല്ലാ പുരുഷന്മാരും, ഇസ്രയേലിലെ എല്ലാ പുരുഷന്മാരും പെസഹ, പെന്തക്കോസ്ത, കൂടാരത്തിരുന്നാൾ എന്നീ 3 പെരുന്നാളുകൾക്ക് ജെറുസലേം ദേവാലയത്തിൽ പോകണമെന്ന നിയമശാസന പുറപ്പാട് 23:14 മുതൽ 17 വരെയും നിയമാവർത്തനം 16:16 കാണാം. ഇവയിൽ ഒരു തിരുനാളിനെങ്കിലും എല്ലാവരും കൂടിയിരിക്കണം. പെസഹായ്ക്കാണ് അധികം പേർ ജെറുസലേമിൽ കൂടാറുള്ളത്. ഇവിടെ യേശുവിൻ്റെ മാതാപിതാക്കൾ മതധർമ്മശാസനകൾ അനുഷ്ഠിക്കുന്നവരായിരുന്നു. യഹൂദ നിയമം വീഴ്ച വരുത്താതെ അവർ പാലിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. യേശുവിന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി എന്നാണ് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വ്യക്തമാക്കുക, യേശുവിന് 12 വയസ്സാകുന്നതിന് മുമ്പും മാതാപിതാക്കളോടൊപ്പം യേശു ജെറുസലേമിൽ പോവുകയും തിരിച്ചു വരികയും ചെയ്തിരുന്നു എന്നാണ്. എന്നാൽ യേശുവിന് 12 വയസ്സുള്ളപ്പോൾ യേശുവിനെ ദൈവാലയത്തിൽ കാണാതായി. അവന് 12 വയസ്സായപ്പോൾ ജെറുസലേമിൽ പോയെന്ന് എടുത്തു പറയുവാൻ കാരണം അതിന് സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. യഹൂദ രീതി അനുസരിച്ച് 12 വയസ്സാകുമ്പോൾ മുതൽ മതപരമായ നിയമശാസനകളും ആചാരങ്ങളുമെല്ലാം പാലിക്കാൻ പുരുഷന്മാർ ബാധ്യസ്ഥരായിരുന്നു. ഈ സമുദായ നിയമം യേശു പാലിച്ചു. സാമുദായികമായ നിയമശാസനകളുടെ പാലനത്തിലൂടെ യേശുവിനെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ദൈവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്നേക്കും അവിടുത്തെ ഭവനത്തിൽ ദൈവിക കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുവാനുള്ളവനാണ് എന്ന അറിവും ബോധ്യത്തോടെയുമാണ് യേശു വളർന്നത്. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മാതാപിതാക്കൾ ദൈവാലയത്തിൽ യേശുവിനെ കണ്ടെത്തുന്നത്. 3-ാം ദിവസം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. യേശുവിൻ്റെ മരണശേഷം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിരാശയിൽ കഴിഞ്ഞിരുന്നവർക്ക് യേശുവിൻ്റെ ഉത്ഥാന സാന്നിധ്യം അനുഭവിക്കുവാനിടയായത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം.
ഇവിടെ ശാസനാരൂപത്തിൽ യേശുവിനോട് ഇടപെടുന്നത് അമ്മയാണ്. ജോസഫ് നിശബ്ദനായിരിക്കുന്നതും ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ അമ്മയുടെ വാക്കുകൾ പ്രത്യേക ധ്വനിയുള്ളതാണ്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? മാതാപിതാക്കൾക്ക് യേശു നൽകിയ പ്രത്യുത്തരം വ്യക്തമാകണമെന്നില്ല. ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്ന പ്രത്യുത്തരം. എങ്കിലും മറിയം അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്നാണ് വചനത്തിൽ കാണാൻ കഴിയുക. യേശു ദൈവാലയത്തിൽ നിന്ന് തിരിച്ചു വന്ന മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. താൻ ദൈവത്തിൻ്റെ മകനാണെന്നും അവിടുത്തെ കാര്യങ്ങളിലും ഭവനങ്ങളിലുമായിരിക്കാൻ ഭൗമിക മാതാപിതാക്കളിൽ നിന്ന് വേർപെടണമെന്നും വെളിപ്പെടുത്തിയ ശേഷം യേശു നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ദൈവപിതാവിനോടുള്ള ബന്ധത്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്നതാണ് യേശു ദൈവാലയത്തിൽ വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ അമ്മ യേശുവിനെ ദൈവാലയ കേന്ദ്രീകൃതമായി ദൈവപിതാവുമായുള്ള ഐക്യത്തിൽ വളർത്തി. മക്കളെ എപ്രകാരം വളർത്തണമെന്ന് ഈ വചനഭാഗം സൂചന നൽകുന്നു. ദൈവാലയ കേന്ദ്രീകൃതമായി മക്കളെ വളർത്താൻ കഴിയണം. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ വിമല ഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ക്രൈസ്തവ ദൈവവിളിയുടെ സമ്പൂർണ്ണ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാൻ പരിശ്രമിക്കാം. പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് വെളിപ്പെടുത്തുന്ന ക്രിസ്തുവചസ് ശ്രവിച്ച് യേശുവിനെ പോലെ പരിശുദ്ധ മറിയത്തെപ്പോലെയും ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.